തുടങ്ങിയാലോ എന്നാല് അത് തുറക്കാൻ പോവാ. തുടങ്ങാം. ആ തലയിലൊരു തട്ടെടുത്തിട്ടാണ് ടിവിയിലൊക്കെ വരണ്ടല്ലേ. പൊട്ട് കുത്തിണ്ടോ? എന്നാ വേണ്ട. ഇപ്പോഴും സാർ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിച്ചെന്നുള്ളത് പറഞ്ഞിട്ടില്ല. കണ്ട ആണുങ്ങൾ ഇരിക്കുമ്പോ ഇജ്ജെന്താ നാക്കിട്ട് ചലക്കണം? ഇജ്ജൊരു പെണ്ണല്ലേ? അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് പരിഹാരമാണ് കണ്ടുപിടിച്ചെന്ന് ഞങ്ങളും കൂടെ അറിയണമല്ലോ. എന്റെ പൊന്നു പെങ്ങളെ, എന്റെ ആങ്ങളത് അത് ചോദിക്കാനും പറയുന്ന ഒരാളുണ്ടോ? ഒരു രാഷ്ട്രീയക്കാരും ഇല്ല, ഉസ്താദുമാരും ഇല്ല ഇവിടെ ചോദിക്കാനും വിറ്റനോട്. മിക്കങ്ങൾ അല്ല, അത് വൈകിട്ട് അത് പിന്നെ എന്റെ കുടുംബത്തിൽ കയറിയുള്ള കളിക്കൊക്കെ വൈകിട്ട് അതിന് തന്നെ എപ്പോഴും ഇത് മേടിച്ചോണ്ടെന്നേക്കണോ? ഇത് മേടിച്ചോണ്ടെന്നേക്കുന്ന അതിന് തന്നെയാണ്. ഇനി ഒന്ന് കാണട്ടെ. എവിടുന്ന് കാണുന്നു കാമിക്ക? എന്താ പിറ്റയുടെ സ്വഭാവം വെച്ചോ? ഇതാ കൊണ്ടെന്നപ്പോ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അങ്ങനെ പാറി കളിച്ച് നടന്നായിരുന്നാ. ഇതാ കണ്ടോ ഒരൊറ്റെണ്ണത്തിനെ കാണാനില്ല എന്നുള്ളപ്പോഴേ. അപ്പൊ എന്താ ബുദ്ധി പിറ്റടെ? അതെ, ഇതാ നിങ്ങളാ പറഞ്ഞ പേപ്പറുകളൊക്കെ ഉണ്ട് എന്റെ ആ പോക്ക് വരവിന്റെ ഇതിനെ. എല്ലാ പേപ്പറും ഉണ്ടോ? എല്ലാ പേപ്പറും ഉണ്ട്. ഇനി പേപ്പറൊന്നും എടുക്കാനൊന്നുമില്ല. ഇതിന്റെയൊക്കെ ഫോട്ടോ സ്റ്റാറ്റ് വേണം. അപ്പൊ എനക്ക് അന്നാ പറയാറുന്നില്ല. ഞാൻ ഇത് ചോദിച്ചല്ലേ ഞാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം എന്നുള്ളത്. ഞാൻ അന്ന് പ്രത്യേകം പറഞ്ഞതാ. ഇന്നോളോ? എന്തൊരു മുലക്ക റബ്ബ് ഈ നിലക്ക് മനുഷ്യന്മാരനെ അങ്ങനെ. ഒരു കാര്യം ചെയ്യും, ഇതിന്റെ ഫോട്ടോ സ്റ്റാറ്റും കൂടി എടുത്തോ. നല്ലൊരു ഇനി വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ലേക്ക, ഇതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് വേണം ഞാൻ പറഞ്ഞതാ. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കണേ നിങ്ങൾ മറുപടി പറ. ഈ ഫോട്ടോ സ്റ്റാറ്റ് ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാ പിന്നെ എന്തിനെങ്കിലും വിടുമോന്ന് അറിയാനാണ്. ഇല്ല, ഒന്നുമില്ലല്ലോ. അല്ലേ ഉണ്ടോ? അതിന്റെ കേട്ടാ. എന്നെ കൊണ്ട് ഇത് അറിയിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ. ഇതാ ഫോട്ടോ സ്റ്റാറ്റ്. ഈ ഇത് മുമ്പ് കാണിച്ചാലേ വേറെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയാം. ഫോട്ടോ സ്റ്റാറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ എന്തേ ഇതിലേ ഒരു പേപ്പറിന്റെ ഒരു കുറവുണ്ട്. പിന്നെ കുട്ടികള് പഠിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, അത് പോയി. പിന്നെ ഫ്രിഡ്ജ് പോയി, അലമാര പോയി, അങ്ങനെ പെട്ട സാധനങ്ങൾ പോയി. എന്നാ പോയി? ഇന്നലെ രാത്രി. അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാന് സാറേ, ഞാനൊരു 4 മണിക്ക് ഞാൻ എണിക്കണാണ് പുലർച്ചെ. കാരണം സുബഹി നമസ്കരിക്കണമല്ലോ പള്ളി പോയിട്ട്. അതെ, എന്നിട്ട് ഇപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ പോകുന്നവരെ അപ്പൊ ഞാന് എന്നെ ബോധം കെടുത്തിട്ടുണ്ടായിരിക്കും. അതെങ്ങനെ? കാരണം എന്റെ മുഖത്ത് ഇത് പഞ്ഞി എന്തെങ്കിലും വെച്ചിണ്ടാവും. അല്ലെങ്കിൽ ഞാൻ സുബൈക്ക് കണിക്കണല്ലേ, കണിക്കാൻ പറ്റിയില്ല. എന്റെ ഭാര്യ ഉണർന്നില്ല. അവിടെ എന്തോ കുപ്പിയിൽ കുറെ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, പിന്നെ പഞ്ഞിക്കെട്ടൊക്കെ കിടക്കുന്നുണ്ട്. സാറേ, എന്നെ ബോധം കെടുത്തി പോയി. അവിടെ അടുത്ത വീടുകളൊന്നുമില്ലേ? വീടുകളുണ്ട്, അത് ഇത്തിരി അകൽച്ചയിലാണേ. കുറച്ച് അകലെയാണ് വീടുകള്. അല്ല, വീട് അടുത്ത് തന്നെ, ആൾക്കാരായിട്ട് ഇത്തിരി അകൽച്ചയിലാണ്. അപ്പൊ അത്രയ്ക്ക് നല്ല സ്വഭാവമല്ല. അല്ല സാറേ, അവരുടെ അത്ര നല്ല സ്വഭാവമല്ല. അതെ, ഈ പരാതി പറഞ്ഞിട്ട് നമുക്കുള്ള ആണുങ്ങളെ തല്ലാളൊരു ചങ്കൂറ്റം പെണ്ണുങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നാടിന്റെ സ്ഥിതി? എന്റെ വീട്ടിലൊക്കെ 4 ആണുങ്ങൾ ഉമ്മർത്തുണ്ടെങ്കിൽ അടുക്കളയെന്ന് പുറത്തേക്ക് പെണ്ണുങ്ങൾ വരില്ല. ആ ജാതി കുടുംബത്തിൽ ജീവിക്കണ ആളാണ് ഞാൻ. എന്താ ചോക്കണത്? ശ്രീ കോയസാൻ, ഇങ്ങനെ ഒരു സംഘടന പുരുഷന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി രൂപീകരിക്കാൻ താങ്കൾക്കുണ്ടായ ആ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം എന്താണ്? അത് ഇതേമാതിരി അനുഭവങ്ങൾ തന്നെ, നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ തന്നെ. ഇപ്പൊ നമ്മുടെ കുടുംബത്തെ സ്ഥിതി നമുക്കറിയാലോ. അങ്ങനെ ആണുങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവണ പല കുടുംബങ്ങളും ഉണ്ട്. അതിപ്പോ ഈ സഭയിലിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ പലർക്കും അങ്ങനെ അനുഭവം ഉണ്ട്. ഞാൻ പേരൊന്നും എടുത്ത് പറയാനില്ല. പ്യാരി, ഈ രോഗങ്ങളെല്ലാം പൊതുവെ പരത്തുന്നത് പെൺകൊതുകുകളാണ്. അങ്ങനെ പറയുക. അല്ലെങ്കിൽ ഈ ദുനിയാവില് എന്തൊരു ചെറിയ കാര്യം ഉണ്ടെങ്കിലും അത് ഈ ലോകം മുഴുവൻ പരത്തി നടക്കുന്നത് പെണ്ണുങ്ങൾ തന്നെ. അതിപ്പോ കൊതുകിലും ഉണ്ട്. നിങ്ങളെ പോലൊരു പഠിച്ച് വീടൊക്കെ ഒന്ന് കാണ്. കൊറേ ദിവസമായിട്ട് ഇപ്പൊ അതിങ്ങനെ പൂട്ടിക്കെടുക്കാണ്. കൊറേ നാളായി ഞാൻ പറയുന്നത്, ചക്ക ആർക്കെങ്കിലും അത് കൊടുത്തോ, വെറുതെ കേട് വന്നു കണ്ണിൽ കണ്ട പാമ്പും ചേമ്പൊക്കെ അതിന്റെ ഉള്ളിൽ കയറി അത് കൂട്ടാക്കില്ല. ഇപ്പം വിചാരിച്ച വാടക കിട്ടണേ. അത് ആദ്യം മുതലായി. അപ്പൊ അത് കാരണം ആദ്യം നോക്കാൻ എനിക്ക് ഇഷ്ടപ്പെടുക പറയണല്ലോ, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ കേട്ടോ. എന്നാ വീട് കാണാം. ആ വീട് കാണാം. ഗ്ലാസ് ചായ എടുക്ക് എന്നൊക്കെ പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. മഴ ഇവിടെ ഒരാളും ഇല്ല. എന്നെ മനസ്സിലായോ? അതാണ് ഞാനിത് എങ്ങനെ എങ്ങനെ എവിടെ വെച്ചേ എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്നെ മനസ്സിലായില്ല? ഇല്ല. മുറ്റത്തെ മുല്ല അതിപ്പോ വെട്ടി കളഞ്ഞു. അവിടെ ഒരു പന്തിലെട്ടാൻ വേണ്ടിട്ട് അതൊക്കെ വെട്ടി. ചെക്ക് ബുക്ക് തീർന്നിട്ട് അത് രണ്ടാമത് ഒരു ചെക്ക് ബുക്ക് കിട്ടാൻ വേണ്ടിട്ട് അതിന്റെ ഒരു പേജില് എഴുതി സൈൻ ഇതൊക്കെ എന്താ പറയൂട്ട് കൊടുത്ത്. അപ്പൊ അത് ഇതുവരെ കിട്ടിയില്ല. വീട്ട് അഡ്രസ് ശരിക്കല്ലേ കൊടുത്തത്? പിന്നെ അതൊക്കെ കറക്റ്റ് ഇതായിട്ട് തന്നെയാണ്. അതിന്റെ മരുമോളാണ് എഴുതിയത്. എന്റെ മരുമോള് പ്രസവിച്ചിട്ട് 4ന്റെ അന്നാണ് ഞാൻ ഇവിടെ വന്നത്. അത് ഉറപ്പുള്ള കാര്യം.
മരുമോള് പ്രസവിച്ചതാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. അറിഞ്ഞില്ലേ? ഇല്ല. എന്താ പറയണേ? പ്രസവിച്ച് സുഖപ്രസവം പറഞ്ഞു. നല്ല ഒന്നാം തരം ആൺകുട്ടി, ഒരു കുഴപ്പമില്ല. ആ കാലത്ത് ആഘോഷത്തിൽ കഴിഞ്ഞ് അവിടെ പിന്നെ ഉട്ടമുടി കളിച്ചാൽ അവിടുന്ന് വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ 10-15 ആൾക്കാരൊക്കെ വന്നത് നല്ല ആഘോഷം. ഒരു മൂലിക്കുട്ടീനെ കറുത്ത് ഉറക്കല്ല കുട്ടിക്കേ. 12 മണി കഴിഞ്ഞിട്ടാ മോനെ എനിക്കാ അത്രക്കൊരു ഇതാ പറയാ. എന്നാ ശരി കേട്ടോ. ഒന്നുകൂടി ഇരിക്കവിടെ. എന്താണ്? എന്തിനാ അങ്ങോട്ട് വന്നത്? ചെക്കൂക്കിനെ വന്നായി.